ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാവയ്ക്ക. ഒരു കൃഷി സ്ഥലത്തു നിന്ന് എനിക്കൊരു കൂട്ടുകാരൻ തന്നതാണ്. കൃഷി സ്ഥലത്തു നിന്ന് പാവലേന്ന് പറിച്ചെനിക്ക് തന്ന പാവയ്ക്കാണ്, നാടൻ പാവയ്ക്ക. ഇവരെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. പക്ഷേ ഇത് അച്ചാറിടാൻ പോകണം, വെള്ളയച്ചാർ. പാവയ്ക്ക എന്ന് പറയാൻ കഴിക്കും. പാവയ്ക്ക കയ്പില്ലാത്ത അച്ചാറിടാം നമുക്ക്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ പുതിയ വീഡിയോയിൽ കൂടി കാണണം. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് പാവയ്ക്ക അച്ചാറ് കയ്പില്ലാതെ എങ്ങനെ ഇടാം. വെള്ളയച്ചാറാണ് കേട്ടോ, മുളകൊന്നും ചേർക്കുന്നില്ല. മുളകെന്ന് പറഞ്ഞാൽ പച്ചമുളക് ചേർത്തുകൊണ്ട് വെള്ളയച്ചാർ ഇടാൻ പോകുന്നു. നമുക്ക് ഈ പാവയ്ക്ക നമുക്ക് അരിയാനായിട്ട് പോകാം. പാവയ്ക്ക ഇതുപോലെ തുമ്പൊക്കെ ഒന്ന് ചെത്തിയിട്ട് കഴുകി വെച്ച പാവയ്ക്കാണ്. ഇത് വെള്ളമൊക്കെ ഉണങ്ങി കാരണം ഇതുപോലെ ഒന്ന് കീറണം. ഇങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയുക. ഒരെണ്ണം ഞാൻ പെട്ടെന്ന് കാണിക്കാം, ഒത്തിരി കാണിക്കാനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് മുറിച്ച് കാണിക്കാം. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ മുറിക്കുന്ന രീതിയോടെ കാണിച്ചിട്ട് മൊത്തം അരിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ ഇതുപോലെ നീളത്തിന് ഇങ്ങനെ അരിയണം, കട്ടി കുറച്ച് അരിയുക. നമ്മൾ തുണ്ടമായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നീളത്തിന് അരിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. കൈയൊന്നും മുറിക്കുക. എല്ലാവരും ഇങ്ങനെ അരിയുമ്പോൾ ഇതുപോലെ അരിയുക. ഈ നീളത്തിന് അരിയുക. ഇതുപോലെ ഈ പാവയ്ക്ക ഇതാണ്. ഇതുപോലെ അരിഞ്ഞ് മൊത്തമായി നമുക്ക് എടുക്കാം. എടുക്കാനടിച്ച് താമസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം. കഴിച്ചോട്ടെ, കയ്പുണ്ടോ? എൻ്റെ അമ്പമ്പോ ഭയങ്കര കയ്പ്. പക്ഷേ അച്ചാറിടുന്നതിന് കയ്പ് കാണത്തില്ല കേട്ടോ. പച്ചയ്ക്ക് എന്നാൽ കയ്പാണ്. അപ്പം നമുക്ക് ഇത് റെഡിയാക്കാം. ലാസ്റ്റ് പാവയ്ക്കായി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അത് ഇതുപോലെ എന്ത് പ്രയാസപ്പെട്ട അരിയുന്നറിയാമോ? കയ്യൊന്നും മുറിക്കില്ല. ഇങ്ങനെ ഇതാണ് പാവയ്ക്ക അരിഞ്ഞ്. ലാസ്റ്റ് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇവരെ നമുക്ക് ശകലം നേരം ഉപ്പിട്ട് വെക്കണം. ഇത് ഈ പാത്രത്തിലോട്ട് അതിനെ കുടഞ്ഞിടാം. ഉപ്പിട്ട് വെക്കുകയും ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെക്കുക. അതിനകത്ത് ഇതിൻ്റെ കൂടെ ശകലം വിനാഗിരിയോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശകലം വിനാഗിരി കൂടെ ഒഴിച്ച് ഇതൊന്ന് പുരട്ടി ഒരു അരമണിക്കൂറത്തിന് നമുക്ക് വെക്കാം. അരമണിക്കൂറത്തേനെ പുരട്ടി വെക്കാം ഉപ്പിട്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ പാവയ്ക്ക വിനാഗിരി ഉപ്പും ഒന്ന് പിടിക്കാനായിട്ട് അതിൻ്റെ കയ്പും കൂടെ പോകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒന്നിനെ സാമ്പിൾ എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ കയ്പൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഇവനെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇവനെ പിഴിയണം. ഇവനെ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. വിനാഗിരി ഉപ്പും കൂടെ ഇട്ടാണ്. ഇതിൻ്റെ ചെറിയ ടിപ്പ്. കയ്പ് ഒന്ന് പോകാൻ വേണ്ടിയാണ് വിനാഗിരി ഉപ്പും കൂടെ. ഇത് പിഴിഞ്ഞ് ഈ പാത്രത്തിലോട്ട് നമുക്കിടാം. വിനാഗിരി ഉപ്പും കൂടി ഇടുമ്പോഴാണ് ഇത് വെള്ളം മൊത്തം കളയണം. വറക്കാനായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുമുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലോ? എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. പാവയ്ക്ക വറക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കാം. മൊത്തം അങ്ങിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി അങ്ങ് എടുത്തേക്കാം. കോരി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഇതിനെ അങ്ങ് നമുക്ക് കോരി എടുത്തേക്കാം. ഈ പാത്രത്തിലോട്ട് അങ്ങ്
പാവയ്ക്ക നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന് അച്ചാറിന് വേണ്ടി സാധനങ്ങൾ ഇതാണ്. ഒരു 3 കൂടം വെളുത്തുള്ളിയാണ്. അല്പം നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-12 പച്ചമുളക്, മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് വെള്ളയായതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കരിയേപ്പില, ഉപ്പുപൊടി, ശകലം പഞ്ചസാര, മഞ്ഞപ്പൊടി, കായം, ഉലുവാപ്പൊടി, കടുക്, എണ്ണ, അത് വിനാഗിരി. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അച്ചാർ വറുക്കാൻ പോയാലോ? നമുക്ക് അച്ചാർ വറുക്കാൻ പോകാം. നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഇത് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അതിന് ആ എണ്ണ ശകലം ഉള്ളത് കാരണം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പോകാം. എൻ്റെ അമ്പമ്പോ സൂപ്പറായിട്ട് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ അമ്പമ്പോ നല്ല പൊട്ടുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് വഴലാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് വഴലാം. ഇവിടെ അങ്ങ് പച്ചമുളകും കൂടി ഇട്ടേക്കാം. എല്ലാം 3ഉം കൂടെ കിടന്ന് ചെറുതായിട്ട് പച്ചിപ്പൊക്കെ ഒന്ന് മാറട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പർ നാടൻ കരിവേപ്പില ഇവിടുന്ന് തന്നെ പറിച്ചത്, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിൻ്റെ അകത്ത് ഉലുവ പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. കായപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം. ആവശ്യമുള്ള കായപ്പൊടി, ശകലം ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്നാ വെച്ചാൽ ആവശ്യത്തിനുള്ള വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇത്രയുള്ള വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അച്ചാറിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാവയ്ക്ക വറുത്തതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പാവയ്ക്കായും കൂടി ഇട്ട് കൊടുക്കും. വറുത്ത പാവയ്ക്ക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. എന്താ ഇതിന് പച്ച വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ അച്ചാറെന്ന് പറഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും, പൂക്കത്തും ഒന്നുമില്ല. നമ്മൾ വെള്ളമെല്ലാം ഒഴിക്കല്ലേ, വിനാഗിരി മാത്രമേ ഒഴിക്കാവുള്ളൂ, എണ്ണയും ചേർക്കാവുള്ളൂ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ശകലം പഞ്ചസാര കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം, കയ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര കൂടെ ഇടുമ്പോഴത്തേന് കയ്പുമില്ല, പുളിപ്പുമില്ല, സൂപ്പർ സാധനം. പിള്ളേർക്ക് വേണേലും ഇത് കഴിക്കാം. മമ്മി ഇത് എന്താണെന്ന് ചോദിക്കും പിള്ളേരോട്. പിള്ളേർ ചോദിക്കും ഇത് പനെ മക്കളെ ഇത് പാവയ്ക്ക അച്ചാർ തന്നെയാണ്, കയ്പില്ല, സൂപ്പർ ഐറ്റം കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചു കൊടുക്കണേ. കയ്പില്ലാത്ത പാവയ്ക്ക ഇവനെ നമുക്കൊന്ന് 10 മിനിറ്റത്തേനൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് ഇവനൊന്ന് പിടിക്കട്ടെ. അടച്ചു വെച്ചിട്ട് നമുക്ക് കാണാം. ഇവനെ നമുക്കൊന്ന് തുറന്നു നോക്കാം. എൻ്റെ അമ്മപ്പോ സൂപ്പർ മണം. തുറന്നപ്പോൾ സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ഐറ്റം. ഇത് പാവയ്ക്ക എവിടെ കിട്ടിയാലും പറയും ആൾക്കാർ, മമ്മി പാവയ്ക്ക മേടിക്കേണ്ട, കയ്പാണെന്ന്. പക്ഷേ ഈ സാധനത്തിന് കയ്പില്ല. ഇത് നമുക്ക് ഇച്ചിരി ചോറിൻ്റെ കൂടെ ഒന്ന് തിന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഒത്തിരി കോരി വെച്ചാൽ അച്ചാറാ, ഇത് ശകലേ തിന്നാൻ പാടുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ അമ്പമ്പോ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. കയ്പില്ല, നല്ല ടേസ്റ്റ്. പാവയ്ക്കാണെന്ന് പറയാനൊക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ ഉണ്ടാക്കിയ രീതി അടിച്ചു പൊളിച്ചു. അതുകൊണ്ടാണ് ഇതെനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. നമുക്ക് ഇച്ചിരി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ചോറിൻ്റെ കൂടെ തന്നെ പാവയ്ക്കായ
എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. ഈ അച്ചാറൊക്കെ ഉണ്ടാക്കിയാലേ ഞാൻ കാണിക്കുന്ന പോലെ ഉണ്ടാക്കിയാലേ ഇത് പൂപ്പലൊന്നും പിടിക്കത്തില്ല, കടുക്കായി ഒന്നും പോകത്തില്ല. എത്ര നാൾ വേണേലും ഇരുന്നോളും. ഗൾഫിലേക്കിട്ടൊക്കെ ഇതേ എല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്യണം, ഇതുപോലെ ഉണ്ടാക്കണം. അപ്പം നിങ്ങളോട് ഈ കാര്യം പറയാനുണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂൺ അടിക്കണേ. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണേ. സൂപ്പർ ഐറ്റോ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ.